കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് പിടികൂടിയ കടുവ ചത്തു. തൃശൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് കടുവ ചത്തത്. യാത്രാമധ്യേ കോഴിക്കോട് വെച്ച് കടുവ ചാവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കടുവയുടെ മൃതദേഹം സംസ്കരിക്കും. ആസിഫ് മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ആസിഫ്, ഇന്നലെയാണ് കൊട്ടിയൂരിൽ വെച്ച് ഈ കടുവ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കുടുങ്ങുന്നത്. അപ്പോൾ ഈ കടുവയെ മയക്കുവെടി വെച്ച സമയത്തൊന്നും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിപ്പോ എപ്പോഴാണ് ഈ കടുവ ചത്തത്? ഈ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ കടുവ ചത്തത്. യാത്രാമധ്യേ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ കടുവ ചത്തതായി വിവരം ലഭിച്ചിരിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കടുവയുടെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുത്തൂർ മൃഗശാല അധികൃതരും അറിയിച്ചിട്ടുള്ളത്. കണ്ണൂർ കൊട്ടിയൂര് പന്യാമലയിൽ നിന്നാണ് ഈ കടുവയെ പിടികൂടിയത്. ഈ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്നാണ് വനംവകുപ്പ് രാത്രി തന്നെ കടുവയെ ഈ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്തത്. വനത്തിൽ തുറന്നു വിട്ടാൽ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. എന്നാലും കമ്പിവേലിയിൽ കുടുങ്ങിയ ഈ കടുവയ്ക്ക് പരിക്കേറ്റ നിലയായിരുന്നു. തൃശ്ശൂരിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനും തീരുമാനിച്ചിരുന്നു. എന്തായാലും തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ കടുവ ചത്തത്. ആസിഫ്, നമുക്കറിയാം അവിടെ വെച്ചാണ്, കൊട്ടിയൂരിൽ വെച്ചാണ് ഈ കടുവയെ മയക്കുവെടി വെക്കുന്നത്. ഇപ്പോൾ കമ്പിവേലിയിൽ മണിക്കൂറുകളോളം അത് കുടുങ്ങിക്കിടക്കുകയൊക്കെ ഉണ്ടായി. കൃത്യമായ എന്താണ് മരണകാരണം എന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലേ? പോസ്റ്റ്മോർട്ടം എപ്പോഴായിരിക്കും നടക്കുക? പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പോഴേക്ക് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. കടുവയുടെ ഉളിപ്പല്ല് നഷ്ടമായ നിലക്കം ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു കുടുങ്ങിയ സമയത്തുണ്ടായ പരിക്കോ മറ്റോ കാരണമായിരിക്കാം മരണമെന്നാണ് ഇപ്പോൾ നിഗമനം. ഏതായാലും പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് മുന്നോടിയായിട്ട് നടക്കും. ഉച്ചയ്ക്ക് ശേഷം അതിനുശേഷം മാത്രമേ ഇതിന്റെ മരണകാരണം സംബന്ധിച്ച് വിവരം ലഭിക്കുകയുള്ളൂ. ശരി, കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് കൂടി ചേർന്നുണ്ട്. സുനിൽ, ഇന്നലെയാണ് കൊട്ടിയൂരിൽ ഈ കടുവയെ പിടികൂടുന്നത്. എങ്ങനെയാണ് ഇത് കമ്പിവേലിയിൽ കുടുങ്ങിയത്? കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് പിടികൂടിയ കടുവ ചത്തു എന്നുള്ളതാണ് ഈ ദിവസം പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. തൃശൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് കടുവ ചത്തത്. യാത്രാമധ്യേ കോഴിക്കോട് വെച്ച് കടുവ ചാകുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി കടുവയുടെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. ഈ കടുവയെ പിടികൂടുന്ന സമയത്ത്, മയക്കുവെടി വെച്ച് പിടികൂടിയ സമയത്ത് പല്ലിന് പ്രശ്നമുണ്ടായിരുന്നു, പല്ല് ഇളകിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഡോക്ടർമാർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് സൂചിപ്പിച്ചിരുന്നില്ല. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് ഉണ്ട്. സുനിൽ, കൊട്ടിയൂരിൽ നിന്ന് ഇന്നലെയാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. എങ്ങനെയാണ് ഇത് ഒരു കമ്പിവേലിയിൽ കൊടുക്കുന്ന സാഹചര്യം? അതെങ്ങനെയായിരുന്നു? ഈ കടുവയെ ഇന്നലെ പുലർച്ചെ 6 മണിയോടുകൂടിയാണ് കൊട്ടിയൂരിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിന് സൈഡിലായി കണ്ടെത്തുന്നത്. അതായത് ഈ തോട്ടത്തിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാനായി കെട്ടിയ കമ്പിവേലിയിൽ അതിന്റെ മുൻകാലുകൾ കുടുങ്ങിയ നിലയിലായിരുന്നു കടുവയെ കാണുന്നത്. അതിനുശേഷം ആളുകൾ ഈ കടുവയെ കണ്ട് ആ ഭാഗത്തേക്ക് എത്തുകയും ആളുകളുടെ അനക്കം കേട്ട കടുവ ഒരു തിട്ടിന് മുകളിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു. ആ സമയത്ത് പക്ഷേ അത് കാൽ വഴുതി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ആ കടുവയാണ് കണ്ടെത്തിയതാണ്ട് 5 മണിക്കൂറിന് ശേഷം ഇന്നലെ ഒരു ഏതാണ്ട് 11:30 മയക്കുവെടി വെക്കുന്നത്. ഒരു റൗണ്ട് മാത്രമാണ്, ഒരു ഡോസ് മയക്കുവെടി മാത്രമാണ് ഇന്നലെ അതിന് വെച്ചത്. അതിനുശേഷം അതിനെ കണ്ണവം വനത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യം വനംവകുപ്പ് തീരുമാനിച്ചത്. പക്ഷെ ജനപ്രതിനിധികളൊക്കെ വളരെ ശക്തമായി അതിനെ എതിർത്തു. അതേ തുടർന്നാണ് പിന്നീട് ഇതിനെ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:45 തൃശ്ശൂർ മൃഗശാലയിലേക്ക് കടുവയുമായി ഇവിടുന്ന് പോയത്. കടുവയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് DFO കാർത്തിക് അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കടുവ ചത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് തൃശ്ശൂർ മൃഗശാല സൂപ്രണ്ടാണ്. കാരണം അവർക്ക് ഇത് ഔദ്യോഗികമായി കടുവയെ കൈമാറിയിരുന്നു.
ഇന്നലെ കടുവനെ പിടിക്കുന്ന സമയത്ത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടുവയ്ക്ക് ഇല്ലെന്നായിരുന്നു DFO മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന്റെ മുൻകാലുകൾക്ക് ചെറിയ തോതിൽ ചെറിയൊരു പരിക്കുണ്ട്. കമ്പിയുടെ ഇടയിൽ കുടുങ്ങിയ ചെറിയ പരിക്കുണ്ട്. അത് ഒഴിച്ചാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ആയിരുന്നു DFO പറഞ്ഞത്. മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു ഡോസ് മയക്ക് വെടി മാത്രമാണ്, ഇഞ്ചക്ഷൻ മാത്രമാണ് കടുവയ്ക്ക് നൽകിയത്. ഏതാണ്ട് ഒരു 20 മിനിറ്റിന് ശേഷം, മയക്കുവെടി വെച്ച് ഏതാണ്ട് 20 മിനിറ്റിന് ശേഷം കടുവ ഉണരുകയും ചെയ്തിരുന്നു. കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷമാണ് കടുവ ഉണരുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വരികയും ചെയ്തതാണ്. എന്തായാലും ആർലത്ത് കൊണ്ടുവന്ന് പ്രാഥമികമായ ശുശ്രൂഷകൾ നൽകിയതിനു ശേഷമാണ് കടുവയെ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റിയത്. എന്തായാലും എന്താണ് ഈ കടുവ ചാകാനുണ്ടായ കാരണമെന്ന് ഇനി വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരുപക്ഷെ ഈ കടുവ വീണ സമയത്ത് അതിന് എന്തെങ്കിലും ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടായോ, അതല്ലെങ്കിൽ ഈ ഡോസ് അതിലുണ്ടായ വേരിയേഷൻ ആണോ, എന്താണ് കടുവ ചാകാൻ ഇടയായതെന്ന് ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് മയക്കുപിടിച്ച് പിടികൂടിയ കടുവയാണ് ചത്തിരിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പല്ല് ഇളകിയിരുന്നു എന്നുള്ളത് ഡോക്ടർമാർ സ്ഥിരീകരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ്, അതായത് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി, തൃശ്ശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ മരണകാരണം എന്നുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. തൃശ്ശൂരിൽ നിന്ന് ആസഫ് മുഹമ്മദും ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു.